ഹരി ഓം. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പിന്തുടരുകയാണ് എൻ്റെ കഴിഞ്ഞ വിഭാഗം വൈ വി ഷുഡ് വോട്ട് ഫോർ മോഡിജി ഇൻ ദി എൻസൂയിങ് പാർലമെൻ്ററി എലക്ഷൻ എന്നാണ് ഇത് വിഭാഗം 2 ഞാൻ പിന്തുടരുകയാണ്. അപ്പോൾ അതായത് നമ്മൾ നോക്കി ഈ സമ്പത്തി വ്യവഹാരം കൊണ്ട് വളരെ നന്നായിട്ട് നാട് മുന്നേറിയിരിക്കുകയാണെന്ന് വർദ്ധിച്ചിരിക്കുകയാണെന്ന് നമ്മൾ വളരെ തെളിവായിട്ട് ഞാൻ കണക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. 2014 നമ്മുടെ GDP $1.85 ട്രില്യൺ ഇപ്പോഴത്തെ GDP $3.85 ട്രില്യൺ എന്നാണ്. അതെല്ലാം പോട്ടെ. ഇപ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് മോഡിജിയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഗുണാതിശയങ്ങൾ, ഗുണത്തിൻ്റെ അതിശയങ്ങൾ നല്ല അതിശയമാണ്. നോക്കുക, ഇപ്പം വൈദേശിക ദേശത്തിൻ്റെ പാലകന്മാർ ഒരുപാടുണ്ട്. നമ്മൾ ഇവരെയും അവരെയും തമ്മിൽ ഉപമാനം ചെയ്യുകയാണെങ്കിൽ, തുലാഭാരം ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോളൂ. മോഡി മഹോദയ മധുപാനം കഴിക്കില്ല, ധൂമ്രപാനം കഴിക്കില്ല, മാംസാഹാരം കഴിക്കില്ല, പവിത്ര പുരുഷനാണ്. ഇതിനേക്കാൾ എന്താ വേണ്ട? പവിത്രമാണ്. വേറെ വല്ല വൃത്തികെട്ട നടപടികളൊന്നും ചെയ്യില്ല. ഇതെല്ലാം നമുക്കറിയാം. വാസ്തവമായിട്ട് നമ്മൾ നോക്കിക്കോളൂ. നമ്മൾക്ക് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിൽ കാണാം, അവരുടെ സ്വഭാവങ്ങളെ കാണാം, ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് സംഭാഷണം നടത്തിയിട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ട് നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ മഹാത്മാഗാന്ധി പോലെയുള്ളൊരു സ്വഭാവമാണ്, അതിനേക്കാൾ സുപ്രഭാതമായിട്ടുള്ളൊരു സ്വഭാവമാണ്. അതിന് യാതൊരു സംശയം വേണ്ട നമുക്ക്. അപ്പോൾ അത് നമ്മൾ ശ്ലാഘിക്കുന്ന ഒരു സ്വഭാവമാണ്, എല്ലാവരും ഏറ്റെടുക്കുന്ന സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ്. പേഴ്സണൽ ഹാബിറ്റ്സ് അവരുടെ, അത് നോക്കിക്കോളൂ. അതാണ് ഈ നാട്ടിലുള്ള പാലനം ചെയ്യാനായിട്ട് പവിത്ര രീതിയിൽ മാത്രമല്ല, നാട് സമ്പത്തി രീതിയിലായിട്ടും ഈ വിജ്ഞാന രീതിയിലായിട്ട് നമ്മളെ നാട് വർദ്ധിപ്പിക്കാനായിട്ട് അവർ എടുക്കുന്ന ശ്രമങ്ങൾ, അതാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ ക്ഷേത്രത്തിലും, വിജ്ഞാന ക്ഷേത്രത്തിലും, രസായന ക്ഷേത്രത്തിലും, ഗണിതശാസ്ത്രത്തിലും, വ്യാപാര രീതിയിലും ശരി, നാട് വളരെ മുന്നേറിയിരിക്കുകയാണ്. ഇതിലെ യാതൊരു സംശയവും ഇല്ല. കാരണം ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്ന പോലെ വിഭാഗം 5 വചനം 2, സന്യാസഃ കർമ്മയോഗശ്ച നിശ്രേയസഃ കരൗ ഉഭൗ തയോഃ തു കർമ്മ സന്യാസാത് കർമ്മയോഗഃ വിശിഷ്യത്തെ എന്ന് വളരെ ഭഗവാൻ തെളിവായിട്ട് പറഞ്ഞിരിക്കുകയാണ്. യോഗമായാലും ശരി, നിങ്ങൾ ഹിമാലയത്തിന് അവിടെ ശിഖരങ്ങൾക്കിടയിൽ ചെന്നിട്ട് ധ്യാനം ചെയ്യുകയാണെങ്കിലും ശരി, സന്യാസയോഗ, കർമ്മയോഗ, രണ്ടും നല്ല ഒരു ഒരു ശ്രേയസമായിട്ടുള്ള ഒരു നടപടിക്കയാണ്, ഒരു സ്വഭാവമാണ്. അതില് തയോഹോ തയോഹോ അതിനിടയ്ക്ക് കർമ്മയോഗ സന്യാസയോഗത്തിനേക്കാൾ വിശിഷ്യത്തെ, കർമ്മയോഗ ആണ് പ്രാധാന്യം, മുഖ്യത്വം, പ്രാമുഖ്യം നമ്മൾ കൊടുക്കേണ്ടത്. ഇന്ന് തെളിവായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ് ഭഗവത്ഗീതയിൽ. അപ്പോൾ അതിന് അനുഷ്ഠിച്ചിട്ടാണ് മോഡിജി പോകുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ശരി, നമ്മുടെ ഇസ്രോ എടുത്തോളൂ, നമ്മുടെ ഈ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ നമ്മൾ പ്രക്ഷേപണം ഒരുപാട് ചെയ്യാറുണ്ട്, അതിനെടുത്തോളൂ. ഇല്ലെങ്കിൽ ഈ ഔഷധ ക്ഷേത്രത്തിലെടുത്തോളൂ, പാലന വിഷയത്തിലെടുത്തോളൂ. എല്ലാ ക്ഷേത്രത്തിലും നാട് വളരെ സൗഖ്യമായിട്ടും സൗജന്യമായിട്ടും നാട് മുന്നേറിയിട്ടുണ്ട്. എല്ലാവരുടെ സുഖത്തിന് വേണ്ടിയിട്ട്, അവരുടെ
പ്രാധാന്യ പ്രേമം, എൻ്റെ ജനങ്ങൾ നന്നായിട്ട് ജീവിക്കണം എന്നാണ്, നാട് വളരെ വർദ്ധിക്കണം എന്നാണ് അവരുടെ യഥാർത്ഥമായിട്ടും മാനസികമായിട്ടും ഉള്ള ഒരു ചിന്തനകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് ശ്രമിക്കുകയാണ് അല്ലേ. നമ്മൾ എല്ലാ ക്ഷേത്രത്തിലും നോക്കാം, നമ്മുടെ മൊബൈൽ, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ഇവിടെ പട്ടിണി എന്ന് ഇത് പഞ്ഞങ്ങൾ പട്ടിണി വല്ലതുണ്ടോ നാട്ടിൽ? എല്ലാവർക്കും ഉണവ് കിട്ടുന്നുണ്ട്. ഉണവിൻ്റെ വില ഇത്തിരി കൂടുതലായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിജിറ്റൽ മൊബൈൽ അതിൻ്റെ ചുഴർച്ചകൾ, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയും ആംഗലത്തിൽ, അതിന് കൂടുതലാണ് ഇപ്പോൾ. നമ്മുടെ പണപരിവർത്തനകൾ വളരെ വേഗമായിട്ട് പരിമാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റി എന്ന് പറയുന്ന ഇത് ചുഴർച്ചകൾ, ചുറ്റലുകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ. ഇത് ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആയതുകൊണ്ട് സർവം എവിടെയും ശരി, വൈദേശിക നാട്ടിലും ശരി, എവിടെയും ഈ ഇൻഫ്ലേഷൻ, ഈ പണവീക്കങ്ങളുണ്ട്. അതിൽ യാതൊരു സംശയങ്ങളില്ല. നമ്മുടെ നാട്ടിലെ മാത്രമല്ല, പക്ഷെ കഴിക്കാനായിട്ടും ഉണ്ണാനായിട്ടും വല്ല പട്ടിണിയുണ്ടോ? ഒന്നുമില്ല. ഒരുപാട് നെല്ലുകൾ, ഒരുപാട് വെള്ളം, ഒരുപാട് സാധനങ്ങൾ അല്ലേ ഇത്. അപ്പോൾ ഞാൻ ഇതാണ് പറയണത്, അവരുടെ സ്വഭാവങ്ങൾ. എല്ലാ അന്താരാഷ്ട്രീയ രാജപാലകന്മാർ മോഡിജിയെ സല്യൂട്ട് ചെയ്യുക, അംഗീകരിക്കുക. ഇങ്ങോറാണ് ഏറ്റവും വലിയ രാജപാലകൻ, ഒരു നാട്ടിൻ്റെ രാജപാലകൻ. 140 കോടി ജനങ്ങളെ അങ്ങോട്ട് രാജപാലനം ചെയ്യണം, അങ്ങനെ പെലത്തണം. അപ്പോൾ അതിൻ്റെ ശക്തി, പ്രത്യേകത, അതും ഈ ഡെമോക്രാസി എന്ന് പറയുന്ന ലോകതന്ത്ര വിഷയങ്ങളിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ട്, കമ്മ്യൂണിസം പോലെ അല്ല, സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഇഷ്ടം പോലെ അവരുടെ നടപടികൾ, വ്യവഹാരങ്ങളും ചെയ്യാനായിട്ടും സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാനായിട്ടും എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അല്ല. അതാണ് ഭഗവത്ഗീത. നമ്മളെ ഭഗവത്ഗീതയെ നമ്മൾ പിന്തുടർന്നാൽ മതി. ഭഗവത്ഗീത പറയണത് വിഭാഗം 3 ചാപ്റ്റർ വചനം 21, യദ്യത് ആചരതി ശ്രേഷ്ഠഃ തത് ഏവ ഇതരഃ സഹ യത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ. ഇതിനേക്കാൾ വല്ല സൗന്ദര്യമായിട്ടും കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും ഉള്ള ഒരു തത്വങ്ങൾ വല്ല നൂലുകളിൽ, വല്ല പുസ്തകങ്ങളിലുണ്ടോ? ഏത് ആചരത്തി ശ്രേഷ്ഠ. ശ്രേഷ്ഠ പണ്ഡിതന്മാർ, ന്യായമായ ഉള്ള ആൾക്കാർ. ഏത് ആചരത്തി, ഏത് കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ തത് ഏവ ഇതര, എല്ലാ മറ്റേ ആളും ഇതാണ് അവർ പിന്തുടരുകയാണ്. ആ ശ്രേഷ്ഠന്. സഹ യത് പ്രമാണം കുറുത്തെ. പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബൂത്ത് എന്ന് പറയും ഹിന്ദിയിൽ, പ്രൂഫ്, നിശ്ചയം. പ്രമാണം കുറുത്തെ എന്ത് ചെയ്താലും ലോകഃ തത് അനുവർത്തത്തെ, പിന്തുടരുകയാണ് ആ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ വഴികാട്ടിയായിട്ട് മോഡി മഹോദയ ഉണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ ഒന്ന് പറയാൻ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ കിങ് ചാൾസ്, രാജാ ചാൾസിൻ്റെ 3ാമത്തെ ഉണ്ട്. അങ്ങോരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയോ? വിവാഹം ചെയ്തിരിക്കുന്നത് വേറെ വിവാഹം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്, പാർക്കർ ബൗൾസ്. അവൾക്ക് വേറെ ഭർത്താവ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. 2 കുട്ടികൾ, ഈ പൊക്കത്തുള്ള 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതിന് ഇടയ്ക്ക് ഇവർ തമ്മിൽ ഒരു വേണ്ടാത്ത ഒരു ബന്ധമാണ്. അത് ചെയ്യാൻ പാടാത്ത, ന്യായപ്രകാരം ലീഗൽ കോടതിയിലെ ഇത് നിയമപ്രകാരം ചെയ്യാൻ പാടില്ല എവിടെയും എവർക്കും ഉണ്ടായിരുന്നു. പിന്നെ തന്നെ വിവാഹരത്ത് ചെയ്തിട്ട്, ഇവൻ ഡയനാവ വിവാഹം ചെയ്തിട്ട് അവള് പാർക്കർ ബൗൾസ് വിവാഹം ചെയ്തിട്ട് ഇവർ കല്യാണം ചെയ്യുക. ഇതിൽ വല്ല ആചാരങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് വലുതുണ്ടോ അനുവർത്തിക്കാനായിട്ട്? ഇതിൻ്റെ പോലെ ഒരു സ്വഭാവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് അവരുടെ രാജപാലകന്റെ സ്വഭാവം, ഗുണം. ഇങ്ങനെ നോക്കുക, ബ്രഹ്മചാരിയ, നാട്ടിന് വേണ്ടിയിട്ട് സ്വജീവിതത്തെ അർപ്പണിച്ചിരിക്കുകയാണ്, സമർപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പവിത്രമായിട്ട്, നേർമയായിട്ട്, ചിന്തനയോടുകൂടി, പ്രേമത്തോടുകൂടി, പ്രോത്സാഹനത്തോടുകൂടി, കൗതുകത്തോടുകൂടി, ധ്യാനം, ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണ് ആ മഹാപുരുഷന്. നമ്മൾ വഞ്ചിക്കാൻ പറ്റോ? വഞ്ചിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വഞ്ചിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന
പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ അങ്ങോർക്ക് വോട്ട് ചെയ്യില്ലെങ്കിൽ അതൊരു വഞ്ചന. ഗുരുദക്ഷിണ നമ്മൾ കൊടുത്തില്ല. ഗുരുദക്ഷിണ കൊടുക്കേണ്ടതാണ് ശാസ്ത്രപ്രകാരം. ഏത് ഗുരുവായാലും ശരി, ഒരു ഗുരുവിന് ദക്ഷിണ കൊടുക്കണം. മഹാഭാരതത്തിൽ വരുന്നുണ്ട്, ദ്രോണർ ചോദിച്ചതാണ്, വിരൽ എടുത്തു കൊടുത്തു. ഈ ഗുരുദക്ഷിണ ഇന്ന് നമ്മുടെ ശാസ്ത്രപ്രകാരം മാത്രമല്ല, അന്തർരാഷ്ട്രീയ വിദ്യമാനായിട്ടുള്ള ഒരു സർവശാസ്ത്ര പുസ്തകങ്ങളിൽ ഉണ്ട് ഗുരുവിന് ഒരു ദക്ഷിണ. നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, എല്ലാ കക്ഷികളും ചേർന്നിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് ഈ വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കക്ഷികളെല്ലാം പുറത്താക്കി വിട്ടുതള്ളുക. പരിത്യജ്യ നമ്മൾ ഈ സമയത്തിന് നമ്മുടെ നമ്മുടെ ദേശത്തിൻ്റെ ഗൗരവം വൈദേശ ദേശത്തിന് ഇടയ്ക്ക് മധ്യത്തിൽ നമ്മുടെ നാടിന് പൊങ്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവവും മാനസ്ഥം സർവം പൊങ്കണം, വളരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അവരുടെ നേതൃത്വത്തിൽ മോഡി മഹോദയന്റെ നേതൃത്വം അംഗീകരിക്കുക. കാരണം അവർക്കൊരു പ്രത്യേക ഒരു ശക്തിയുണ്ട്. യമധർമ്മരാജ പറഞ്ഞു കൊടുക്കുക ഗജകനടുത്ത്, ഏഷഃ സർവേഷു ഭൂതേഷു ഗുഡോ ആത്മ ന പ്രകാശത്തെ. ഗുഡോ ആത്മ പരോക്ഷണമായിട്ട് ഉള്ള ആത്മ, ഹിഡൻ ആത്മ, കണ്ണുക്ക് കാണാതിരിക്കുന്ന ആത്മ. ഏഷഃ എന്നത് ഇവൻ, ഇയാള്. ഏഷഃ സർവേഷു എല്ലാത്തിനും ഇടയ്ക്ക് മധ്യത്തിൽ ഇരിക്കുന്ന, മുകളിൽ ഉള്ളിൽ ഇരിക്കുന്ന ഈ പരോക്ഷണമായിട്ട് ഉള്ള ഈ ആത്മ, ഈ ഹിഡൻ ആത്മ, മറഞ്ഞിരിക്കുന്ന ഈ ആത്മ പ്രകാശിക്കുന്നില്ല. എല്ലാ ഭൂതങ്ങളിലും ഭൂതേഷു ഏഷ സർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരങ്ങൾ ഇരിക്കുന്ന ഈ ആത്മ, പരോക്ഷണമായിട്ട് ഇരിക്കുന്ന ഈ ആത്മ, മറഞ്ഞിരിക്കുന്ന ഈ ആത്മ പ്രകാശിക്കുന്നില്ല. അതായത് ചില ശരീരങ്ങളിൽ മാത്രം അത് പ്രകാശിക്കും. അതാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാം, ചില ആൾക്കാർ പിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽപന്ത് വീരനാണ്, അവനേക്കാൾ വലിയ ആൾക്കാരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ആത്മാവിൽ അത് പ്രകാശിക്കുമായിരിക്കും. അത്രയേ ഉള്ളൂ. 800 കോടി ജനങ്ങളിൽ പാണ്ഡിത്വം, വിപുലം, നിഷ്ണാത വരുന്നില്ല. അതുപോലെ തന്നെ ഈ കച്ചവടം, ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എലോനോ അവനോ സുക്കൻബർഗോ അല്ലെങ്കിൽ നമ്മുടെ ടാറ്റയോ നമ്മുടെ അംബാനീസോ അദാനീസോ ഒന്നും പോലെ വരില്ല. എത്ര നമ്മൾ ശ്രമിച്ചാലും പ്രവേശിച്ചാലും അതിനെപ്പോലെ ഒരു വിപുലമായിട്ടുള്ള ഒരു സക്സസ്, ഒരു ജയം ഏത് ക്ഷേത്രത്തിലും എല്ലാവർക്കും വരുന്നില്ല. ഇത്തിരി വരും. നമ്മുടെ പ്രയത്നപ്രകാരം ഇത്തിരി പൊങ്ങും. പക്ഷെ അവരെ പോലെ പിലി പോലെ ഒരു ആ ക്ഷേത്രത്തിൽ ഇല്ലെങ്കിൽ ടാറ്റയെ പോലെ ഫോർഡ് പോലെ ആ സക്സസ്, വിജയം നമുക്ക് ലഭിക്കുന്നില്ല. അതാണ് യമധർമ്മരാജ വളരെ തെളവായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് കാരണം, നിങ്ങളുടെ പൂർവജന്മ കർമ്മപ്രകാരമേ പോവുള്ളൂ ഈ ശരീരം എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഏഷ സർവേഷു ഭൂതേഷു ഗുഡോ ആത്മാ ന പ്രകാശത്തെ. അപ്പൊ അതിനെ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ മോഡി മഹോദയം ശരീരത്തിലുള്ള ഈ ആത്മാ, മോഡി മഹോദയ സെപ്പറേറ്റ് ഒരു തനിച്ച ഒരു ശക്തി കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടുന്നില്ല, എല്ലാ രാജപാലകന്മാർക്കും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര വിജയമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ നാട്ടെ പരിപാലിക്കുക മോഡി മഹോദയ. 140 കോടി ജനങ്ങളെ പരിപാലിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഗുരുവിന് വഞ്ചകം ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് എല്ലാവരും ഈ പ്രാവശ്യം മോഡി മഹോദയന് വേണ്ടിയിട്ട് നിങ്ങളുടെ മതദാനം, വാക്കളിപ്പ് നിങ്ങൾ അവർക്ക് സമർപ്പിക്കുക, അർപ്പണിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവസഹായം കൊണ്ട് എല്ലാവർക്കും ആശീർവാദങ്ങൾ കിട്ടും. ഭൂയാത് താവത് ശുഭമംഗളം. ഹരി ഓം.